ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 181 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. വീണ്ടും രണ്ടാം ഇന്നിംഗ്സിന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ ഇന്ന് മത്സരം അവസാനിപ്പിക്കുമ്പോൾ 141 റൺസിന് 6 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ ലീഡ് എന്ന് പറയുന്നത് 145 റൺസ് മാത്രമാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിനെ പറ്റിയുള്ള ഒരു അവലോകനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നലെ മത്സരം അവസാനിപ്പിച്ച ആ ഒരു അവസാനത്തെ രണ്ട് ബോളുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് തോന്നുന്നു. അവിടെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, അവസാനത്തെ 2 ബോളുകളിൽ ജസ്പ്രീത് ബുംറയും ഓസ്ട്രേലിയയുടെ പുതുമുഖ താരമായിട്ടുള്ള സാം കോൺസ്റ്റാസും തമ്മിലുള്ള ചെറിയ ഒരു വാക്കേറ്റം നമ്മൾ കണ്ടിരുന്നു. അതായത് ആ ഒരു ടൈം കളയാനുള്ള ഉസ്മാൻ ഖവാജയുടെ ഒരു ശ്രമത്തിനിടയിലാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷേ ആ 2 ബോളുകൾ, ആ ഒരു ബോളിന് ശേഷം പിന്നെ അവസാനത്തെ ബോളിൽ ഉസ്മാൻ ഖവാജ ഔട്ടാവുകയും ചെയ്തു. ഖവാജ ഔട്ടായ ഒരു സമയത്ത് ഇന്ത്യൻ ഫീൽഡർമാരുടെയും ഇന്ത്യൻ ബൗളർമാരുടെയും ബുംറയുടെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു. അവർ ശരിക്കും സാം കോൺസ്റ്റാസിന്റെ നേരെ ഓടിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ നേരെയാണ് ഓടിയെടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മത്സരത്തിലെ ഇന്നത്തെ ഒരു മത്സരത്തിലെ രണ്ടാമത്തെ ദിവസത്തിലെ ഒരു മത്സരത്തിന്റെ ഏറ്റവും പ്രധാന ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ആ ഒരു ബോളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഉണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ പെട്ടെന്ന് ഒരു ട്രിഗർ ആയത് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വളരെയധികം ബാക്ക് ഫുട്ടിലായിരുന്നു. 185 റൺസിന് ഓൾ ഔട്ട് ആയിട്ട് നിൽക്കുന്ന, ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ സാം കോൺസ്റ്റാസിന്റെ ആ ഒരു സ്ലെഡ്ജിങ്, അല്ലെങ്കിൽ ബുംറയുമായി ഉണ്ടായ ഒരു വാക്കേറ്റമാണ് ഇന്ത്യൻ ടീമിനെ ട്രിഗർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് രാവിലത്തെ മത്സരം, അതായത് രണ്ടാം ദിവസത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രാവിലെ ഈർപ്പം ഉണ്ടാവും, അതുപോലെ തന്നെ 7 mm പുല്ലാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. ഇതുവരെ ഏകദേശം ഒരു 7-8 ടെസ്റ്റ് മാച്ചുകൾ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് സിഡ്നിയിൽ നടന്നിട്ടുണ്ട്. അത്രയും പുല്ലുള്ള ഒരു പിച്ച് ആദ്യമായിട്ടാണ് അവിടുത്തെ ക്യൂരേറ്റർ ഒരുക്കുന്നതെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ നമുക്കറിയാം, എല്ലാ ദിവസത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 7 മിനിറ്റ് റോൾ ചെയ്യുന്നതാണ്. ഈ റോളിംഗ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഈ പിച്ചിലുള്ള പുല്ലുണ്ടല്ലോ, ആ പുല്ല് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ റോൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ പുല്ല് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൊണ്ടുണ്ട് ഈ പിച്ചിൽ. അപ്പോൾ കുറച്ചും കൂടെ പുല്ലിന്റെ ഒരു നീളം കുറയും എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും 5 ദിവസം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ ഒരു മോയ്സ്ചർ കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു ഈർപ്പം മുതലാക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് തുടക്കമിടാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞു. അവിടെ നങ്കൂരം ഇടാൻ സാധ്യതയുള്ള അവരുടെ പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള ലാബുഷേനെ ആദ്യം തന്നെ ജസ്പ്രീത് ബുംറ പുറത്താക്കുകയും ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ ഇന്നിംഗ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ജസ്പ്രീത് ബുംറ മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയനെ ഒരു ചെറിയ സ്കോറിൽ ഓൾ ഔട്ട് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ലീഡിന് അടുത്തെത്താതെ അവരെ ഓൾ ഔട്ട് ആക്കണമെങ്കിൽ എല്ലാ ബൗളർമാരും ഒരേപോലെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെന്ന്. അത് ഇന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബുംറ നൽകിയ ഒരു ബ്രേക്ക്, ആദ്യം തന്നെ നൽകിയ ഒരു ബ്രേക്ക് മുതലാക്കാനായിട്ട് മുഹമ്മദ് സിറാജിന് നല്ലപോലെ സാധിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനപ്പെട്ട അവരുടെ 2 ബാറ്റർമാരായിട്ടുള്ള സാം കോൺസ്റ്റാസിനെയും ട്രാവിസ് ഹെഡിനെയും അടുപ്പിച്ച് ആ ഒരു ഓവറിൽ തന്നെയാണ് പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ 39 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലേക്ക് വീഴുകയും ചെയ്തു. പിന്നെ അവിടെ നിന്നിട്ട് ഒരു നല്ല ഒരു പാർട്ണർഷിപ്പ്, അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു താരമാണ് സ്റ്റീവ് സ്മിത്ത്. അദ്ദേഹം നല്ല ഫോമിൽ നിൽക്കുകയാണ്, 2 മത്സരങ്ങളിൽ സെഞ്ചുറി നേടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കന്നി താരമായിട്ടുള്ള ബ്യൂ വെബ്സ്റ്റർ, രണ്ടുപേരും തമ്മിലുള്ള ഒരു 50 റൺസിൽ കൂടുതലുള്ള ഒരു പാർട്ണർഷിപ്പ് അവരെ മുന്നോട്ട് നയിച്ചു. അതിനുശേഷം സ്റ്റീവ് സ്മിത്തിനെ ഔട്ടാക്കാനായിട്ട് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് സാധിച്ചു. പ്രസിദ്ധ് കൃഷ്ണയുടെ ഈ മത്സരത്തിലെ ബൗളിംഗ് എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ ഇത്ര ചെറിയൊരു സ്കോറിലേക്ക് ഓൾ ഔട്ട് ആയത്. അദ്ദേഹം ഔട്ടാക്കിയ ബാറ്റർമാരെ എല്ലാവരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പ്രധാനപ്പെട്ട ബാറ്റർമാരാണ് എന്നുള്ളതാണ്. അലക്സ് ക്യാരെ ഔട്ടാക്കിയത് പ്രസിദ്ധ് കൃഷ്ണയാണ്. സ്റ്റീവ് സ്മിത്തിനെ ഔട്ടാക്കിയത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ തന്റെ കന്നി മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ബ്യൂ വെബ്സ്റ്ററെയും ഔട്ടാക്കിയത് പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുല്ലുള്ള ഒരു പിച്ചിൽ, കുറച്ച് ബൗൺസ് ഉള്ള ഒരു പിച്ചിൽ അദ്ദേഹത്തിന്റെ ഹൈറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ബാഡ് ന്യൂസ് ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് വന്നു. ജസ്പ്രീത് ബുംറ ഇഞ്ചേർഡ് ആയിരിക്കുന്നു എന്നുള്ള ന്യൂസാണ് വന്നത്. ജസ്പ്രീത് ബുംറ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വീഡിയോ എല്ലാം ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് കാണിക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ മാത്രമല്ല, ഇന്ത്യൻ ആരാധകർക്കിടയിലും അത് വലിയ ചർച്ചാ വിഷയമായി. ജസ്പ്രീത് ബുംറ ഇനി ബൗൾ ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു ഇന്നിംഗ്സിൽ, പർട്ടിക്കുലർ ഇന്നിംഗ്സിൽ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇന്ത്യക്ക് മാറിയില്ല. കാരണം നിതീഷ് കുമാർ അവസരത്തിനൊത്ത് ഉയർന്നു. അദ്ദേഹം നല്ല 2 വിക്കറ്റുകൾ നേടി. മിച്ചൽ സ്റ്റാർക്കിന്റെയും പാറ്റ് കമ്മിൻസിന്റെയും വിക്കറ്റുകൾ നേടി ഇന്ത്യക്ക് നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ഇന്നിംഗ്സിൽ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരെ എല്ലാം നല്ല സ്കോറിനുള്ളിൽ എടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചതാണ്. ഇന്ത്യയുടെ ബോളിംഗിന്റെ ലൈൻ ആൻഡ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് എക്സലന്റ് ആയിരുന്നു. ബൗളർമാരുടെ പ്രകടനം
പ്രകടനത്തിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാച്ചിങ് ആയിരുന്നു ഈ മത്സരത്തിൽ. വിരാട് കോഹ്ലി എടുത്ത ഒരു ക്യാച്ച് എക്സലന്റ് ആയിരുന്നു. അതുപോലെ തന്നെ KL രാഹുൽ 3-4 ക്യാച്ചുകൾ എടുത്തു. യശസ്വി ജയ്സ്വാൾ എടുത്ത 2 ക്യാച്ചുകൾ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 2 ക്യാച്ചുകൾ നഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടിരുന്നു. ഈ മത്സരത്തിൽ അതിന്റെ ഒരു പാപക്കറ കഴുകി കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നല്ല 2 ക്യാച്ചുകളാണ് യശസ്വി ജയ്സ്വാൾ. നല്ല ക്യാച്ചിങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്സലന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ ഈ 181 എന്ന് പറയുന്ന ഒരു സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു ഇഞ്ചുറി തന്നെയാണ്. ആ മത്സരത്തിനിടയിൽ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിരുന്നു, ഈ ബുംറയ്ക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി ബോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിക്ക് സീരിയസ് ആണെങ്കിൽ മറ്റൊരു താരത്തിനെ ഇറക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിനിടയിൽ ആരോ ചോദിച്ചിരുന്നു. ബുംറയുടെ പരിക്ക് സീരിയസ് അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് അടുത്ത ഇന്നിംഗ്സിൽ നേരെ വന്ന് ബോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യ ഓവർ തന്നെ ബോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ പരിക്ക് സീരിയസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കളിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ത്യ 10 പേരെ വെച്ച് കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു ഫീൽഡറിനെ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. ഫീൽഡിൽ 11 പേരുണ്ടാവും. പക്ഷേ ആ വരുന്ന ഫീൽഡർക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ബോൾ ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ചില സിറ്റുവേഷനിൽ അനുവദിക്കാറുണ്ട്. അതിന് പറയുന്നത് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ഈ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തലയ്ക്ക് ബോൾ കൊള്ളുകയോ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയോ ഈ മത്സരത്തിന്റെ ഇടയിൽ, അപ്പോൾ അതിനാണ് ഒരു എക്സ്ട്രാ ലൈക്ക് ടു ലൈക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബുംറയ്ക്കാണ് അങ്ങനെ പറ്റുന്നെങ്കിൽ, തലയ്ക്കാണ് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ, അതേപോലെ തന്നെ ഒരു ഫാസ്റ്റ് ബോളറിനെ മാത്രമാണ് ഇന്ത്യക്ക് ഇറക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അത് തലയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ തലയിൽ ഇഞ്ചുറി വരുമ്പോൾ മാത്രമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തിരിച്ച് ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അഗ്രസീവായിട്ട് കളിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. കാരണം ഇത്രത്തോളം പുല്ലുണ്ട്, അതുപോലെ തന്നെ ബോൾ നന്നായിട്ട് എന്താ പറയുക കട്ട് ചെയ്ത് മാറുന്നുണ്ടെന്ന് പറയും. അതായത് കട്ട് ചെയ്ത് മാറുന്നുണ്ടെന്ന് ചെറിയ വിള്ളലുകൾ വന്നതുകൊണ്ട് തന്നെ പിച്ചിൽ നമ്മൾ ആ വാഷിംഗ്ടൺ സുന്ദർ സ്കോട്ട് ബോളണ്ടിന്റെ ഒരു ബോൾ കളിച്ചിട്ട് ചിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം ബോൾ കുത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറുകയാണ്. ആ വിള്ളലിൽ കുത്തിയിട്ടാണ് അതങ്ങനെ. അല്ലെങ്കിൽ ആ പുല്ലിന്റെ നല്ല ഗ്രാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ നല്ല എന്താ പറയുക ഈ റൂട്ട് ഉണ്ടാവും, നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുത്തിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്രമിച്ച് കളിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ആദ്യ ഓവറിൽ തന്നെ 16 റൺസ് നേടി യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ ഒരു ഉദ്ദേശം എന്താണെന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മിച്ചൽ സ്റ്റാർക്കിനെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ ഇന്ത്യൻ സ്കോർ മുന്നോട്ട് പോയി. 40 എന്ന് പറയുന്ന ഒരു സ്കോറിന് മുകളിലേക്ക് എത്തി. കാരണം ഈ ഒരു വിക്കറ്റിൽ 250 റൺസിനൊക്കെ മുകളിലേക്ക് ലീഡ് നേടാനായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓസ്ട്രേലിയനെ 4ാമത്തെ ഇന്നിംഗ്സിൽ എറിഞ്ഞിടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ സ്കോട്ട് ബോളണ്ടിന്റെ ഒരു ബൗളിംഗ് പ്രകടനം, ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം 4 വിക്കറ്റ് എടുത്തു. രണ്ടാമത്തെ ഇന്നിംഗ്സിലും അദ്ദേഹം ഇന്ത്യയുടെ 4 വിക്കറ്റ് നേടിയിരിക്കുകയാണ്. എക്സലന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ബോൾ പോലും കളിക്കാതിരിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കില്ല. അത്ര മനോഹരമായ ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിലാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത്. ഇടയ്ക്ക് ചില ബോളുകൾ അകത്തേക്ക് ഒന്ന് കട്ട് ചെയ്യും, ചില ബോളുകൾ ഒന്ന് പുറത്തേക്ക് മൂവ് ചെയ്യും. എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം. ഈ ലൈൻ ആൻഡ് ലെങ്ത് പിടിച്ചിട്ട് വലിയ സ്പീഡൊന്നുമില്ല. 130 കിലോമീറ്റർ അല്ലെങ്കിൽ 132, 133 കിലോമീറ്റർ സ്പീഡിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് ലെങ്ത്തും ലൈനും ഒറ്റ ബോൾ കളിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല സ്കോട്ട് ബോളണ്ടിന് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനെ തടയിടാനായിട്ട് സ്കോട്ട് ബോളണ്ടിനാണ് സാധിച്ചത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഈ വിക്കറ്റുകളെല്ലാം തന്നെ നേടി. വിരാട് കോഹ്ലിയുടെ ഔട്ടിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ പരമ്പരയിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പരമ്പരയിൽ വിരാട് കോഹ്ലി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു ചോദ്യമാണ്. പക്ഷെ അപ്പോഴെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിലൊരു ബ്രെയിനിൽ മനസ്സിലൊരു കറക്ഷൻ അതിന് ആവശ്യമാണ്. അത് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. എത്ര പ്രാക്ടീസ് ചെയ്താലും അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഏതായാലും സ്കോട്ട് ബോളണ്ടിന്റെ ഒരു എക്സലന്റ് ബൗളിംഗ് പ്രകടനം കാരണം മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചു. അവിടെ മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് പന്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. പന്ത് വന്നു നിന്ന ഫസ്റ്റ് ബോൾ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നേരെ ഒരു 6 സ്കോട്ട് ബോളണ്ടിന് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അത് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ആ ഒരു സമയത്ത് ഈ സിറ്റുവേഷൻസിനനുസരിച്ച് കളിക്കുക എന്ന് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ പലരും പന്തിനെ വിമർശിച്ചിരുന്നു. ഇപ്പം നമ്മളും കഴിഞ്ഞ മത്സരത്തിൽ 2ാമത്തെ ഇന്നിംഗ്സിൽ പന്ത് ഔട്ടായപ്പോൾ നമ്മൾ വിമർശിച്ചിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സിറ്റുവേഷൻസ് അനുസരിച്ച് ബാറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ വിമർശനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ പന്ത് അവിടെ നിന്നിരുന്നെങ്കിൽ ആ മത്സരം സമനിലയിലേക്ക് പോയേനെ എന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ടത് ശരിക്കും ഇന്ത്യ ട്രബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ്. സ്കോട്ട് ബോളണ്ടിന്റെ ആ ഒരു ലൈനും ലെങ്ത്തും
സ്മിത്തും ഇല്ലാതാക്കാനായിട്ട് തന്നെ പന്തിന് സാധിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് അവിടെ പന്തിന് സാധിച്ചു എന്നുള്ളതാണ്. എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് ഈ മത്സരത്തിൽ പന്തിന് സാധിച്ചിരിക്കുകയാണ്. 29 ബോളുകളിലാണ് പന്ത് അർദ്ധ സെഞ്ചുറി ജയിച്ചത്. അദ്ദേഹമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നത്. അത് 28 ബോളുകളിലാണ്, ശ്രീലങ്കയ്ക്കെതിരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ 29 ബോളുകൾ വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി നേടി നല്ല ഒരു സ്കോറിലേക്ക്, ഏകദേശം ഒരു മെച്ചപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യനെ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പല ഡിഫറെന്റ് ആയിട്ടുള്ള ഷോട്ടുകൾ നമ്മൾ കണ്ടു. പന്തിന്റെ ഒരു ഗട്ട്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള വലിയ പ്രഷറുകൾ ഇല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പക്ഷേ ചെറിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പന്തിന്റെ ആ പ്രകടനം കണ്ടിട്ട് ആവേശം കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഗില്ലും അതുപോലെ തന്നെ കളിക്കാനായിട്ട് ശ്രമിച്ച് വെബ്സ്റ്ററിന് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യത്തെ വിക്കറ്റ് സമ്മാനിച്ചിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരാൾ അതുപോലെ നങ്കൂരം ഇടുകയും മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ ആക്രമിച്ച് കളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റണ്ണ് കണ്ടെത്താനായിട്ട് സാധിക്കുമായിരുന്നു. ഡെഫിനറ്റ് ആയിട്ട് ഒരു 3 വിക്കറ്റിന് 141 റൺസ് എന്നുള്ള നിലയിലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യക്ക് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മുടെ ഒരു ഫീൽഡിങ്ങും അവരുടെ ഫീൽഡിങ്ങും നമ്മുടെ പ്രധാനപ്പെട്ട വ്യത്യാസം, അവസാന ഒരു സ്റ്റേജിൽ പോലും അവർ ക്യാച്ച് വിടുന്നത്, സ്ലിപ്പിൽ ക്യാച്ച് വിടുന്നത് കണ്ടിരുന്നു. ആദ്യ ഇന്നിംഗ്സിലും അവർ ഇതുപോലെയുള്ള ഈസി ക്യാച്ചുകൾ സ്ലിപ്പിൽ നഷ്ടപ്പെടുന്നത് കണ്ടിരുന്നു. പലപ്പോഴും സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിൽ നിന്നാണ് ഇതുപോലെയുള്ള ക്യാച്ചുകൾ നഷ്ടപ്പെടുന്നത്. ആദ്യ ഇന്നിംഗ്സിലും ക്യാച്ചുകൾ പോയി. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ രവീന്ദ്ര ജഡേജയുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ചാണ്, അത് നേരെ ഉസ്മാൻ ഖവാജയുടെ കയ്യിലേക്ക് വന്ന ഒരു ക്യാച്ചാണ് അദ്ദേഹം തട്ടിക്കളഞ്ഞത് സ്റ്റീവ് സ്മിത്ത്. അപ്പോൾ ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വന്ന എല്ലാ ക്യാച്ചുകളും ഇന്ത്യക്ക് എടുക്കാനായിട്ട് സാധിച്ചു. പലതും എക്സലന്റ് ആയിട്ടുള്ള ക്യാച്ചുകളായിരുന്നു. കെ എൽ രാഹുൽ എടുത്തതും യശസ്വി ജയ്സ്വാൾ എടുത്തതും അതുപോലെ വിരാട് കോഹ്ലി എടുത്തതൊക്കെ സൂപ്പർബായിട്ടുള്ള ക്യാച്ചുകളായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇന്ത്യ 141-ന് 6 വിക്കറ്റ് എന്ന നിലയിലാണ്. ഒരു 200 റൺസിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ നല്ല സ്കോറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുല്ലുള്ളത് കൊണ്ട് തന്നെ ബോൾ വെട്ടി മാറുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 200, 225 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ നാലാമത്തെ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്ക് ഒട്ടും ഈസി അല്ല. പക്ഷേ അവിടെയും ജസ്പ്രീത് ബുംറയുടെ ഇഞ്ചുറിയാണ് ഇന്ത്യയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ജസ്പ്രീത് ബുംറ ഒരു ഫിറ്റായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടു മത്സരത്തിന്റെ ഇടയിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സ്റ്റെപ്പ് ഓടിക്കേറി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡ്രസ്സിംഗ് റൂമിലേക്ക്. അത് നല്ല ഒരു സൈൻ തന്നെയാണ്. ഇപ്പൊ ഈ നിമിഷങ്ങളിൽ തന്നെയൊക്കെ അറിയാനായിട്ട് സാധിക്കുമായിരിക്കും ബുംറ പരിക്കിൽ നിന്ന് മോചിതനായ ബുംറ ലാസ്റ്റ് ഇന്നിംഗ്സിൽ ബൗൾ ചെയ്യുമോ എന്നുള്ളതൊക്കെ. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ശരിയാണെങ്കിൽ ബുംറ എറിയാൻ തന്നെയാണ് സാധ്യത. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ജയിക്കേണ്ടത് ഇന്ത്യക്ക് അത്ര അത്യാവശ്യമാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ ഈ മത്സരം ജയിക്കണം. അതുപോലെ തന്നെ 10 വർഷമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി വീണ്ടും കൈവശം വെക്കണമെങ്കിലും ഈ മത്സരം ജയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുംറ ഏത് വിധേനയും ബോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ടീമിന്റെ കൂടെ അത്രയ്ക്ക് നല്ല ഒരു മെഡിക്കൽ ടീമുണ്ട്. എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ടീം ഇന്ത്യയുടെ കൂടെയുണ്ട്. ഇഞ്ചുറി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ, ഇഞ്ചുറി വലിയ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നുള്ളതാണ് ഇന്ത്യൻ ആരാധകരുടെ എല്ലാവരുടെയും വലിയ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏതായാലും ബുംറയ്ക്ക് നല്ല പോലെ തിരിച്ചു വരുവാനും ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.